ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2 സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ട് തന്നെ 3 പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സവാളേൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കേട്ടോ. ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ബീഫിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ നനവും എല്ലാം കൂടി മാറുന്നവരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയിട്ട് കലക്കിയെടുക്കാം. തരിയൊന്നും കൂടാണ്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട്. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നമ്മൾ ദോശ ചുട്ടെടുക്കില്ലേ ആ ഒരു പാകത്തിന് മാവ് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഇവിടെ ദോശക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടായ ദോശ തവയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ടിയില്ലാണ്ട് പരത്തി കൊടുക്കാം. അതിന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കിതിൽ നിന്ന് വേവുന്ന സമയത്ത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ലാണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ദോശയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ദോശയിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ വശമായിട്ട് കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് രണ്ടാമത് ദോശ ചുടുന്ന ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യൂല. എന്നിട്ട് ഓരോ ദോശയിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 4 വശവും ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് മൈദ ഇങ്ങനെ തേച്ചിട്ട് ഒട്ടിച്ച് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. എന്നിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലല്ലാണ്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിവശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 വശം കൂടി ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇതാ നമ്മൾ ആദ്യത്തെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ബോക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കി എടുക്കരുത്. അങ്ങനെ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാം മറന്നു പോകരുത്.